ആൻമരിയുടെ അമ്മയായിട്ടാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത്. ഡോക്ടർ ട്രീസയും ഈക്വലി കലിപ്പുള്ള ആൾ തന്നെയാണ്. അങ്ങനെ ചിരിച്ചുള്ള സംഭാഷണങ്ങൾ വളരെ കുറവാണ് ഈ സിനിമയിൽ. ട്രീസയുടെ ക്യാരക്ടറിന് മെയിൻലി ബിക്കോസ് ട്രീസയുടെ മോള് അത്യാവശ്യം കുരുത്തക്കേട് ഒപ്പിക്കുന്ന ഒരു കുട്ടി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം, പിന്നെ ഓവർ പ്രൊട്ടക്റ്റീവ് ആസ് എനി അതർ മദർ, കുറച്ച് പ്രൊട്ടക്റ്റീവാണ് മോളുടെ കാര്യത്തിൽ, കുറച്ച് ആശങ്കയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ദേഷ്യം മൊത്തം സിനിമയിലുണ്ട്. അത് കാരണം തന്നെ അമ്മേനെ പോലെ തന്നെയാണ് മോളെന്ന് വേണമെങ്കിൽ പറയാം. ആൻമരിയുടെ അമ്മയും അത്യാവശ്യം കലിപ്പുള്ള ആളാണ് ഇതിൽ. കുറച്ച് അമ്മ അത്യാവശ്യം സ്ട്രിക്റ്റ് ആണ്. അതായത് എൻ്റെ ക്യാരക്ടർ അത്യാവശ്യം കുറച്ച് ബോൾഡായിട്ടുള്ള, കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു സ്ത്രീയാണ് ഡോക്ടർ ട്രീസ. അപ്പോൾ ട്രീസ എല്ലാ കാര്യത്തിലും ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡാണ്. അപ്പോൾ തെറ്റ് ചെയ്യണണ്ട ഓൺ ദ സ്പോട്ട് ചീത്ത പറയുകയും ചെയ്യും. അങ്ങനത്തെ ഒരു അമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോൾക്ക് ഇച്ചിരി പേടിയുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ബിഗിനിങ് ഓഫ് ദ മൂവിയിൽ തന്നെ ഉണ്ട്. അപ്പം അത് കാരണം മോള് ഭയങ്കര സ്വീറ്റും പാവമൊക്കെ ആണ് എങ്കിൽ കൂടി അവൾ അമ്മയിൽ നിന്ന് മറച്ചു വെച്ച് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉള്ളൊരു കുട്ടിയാണ്. അതിൽ പല റീസൺസും ഉണ്ട്. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു എല്ലാ ക്യാരക്ടേഴ്സും ചെറുപ്പം തൊട്ടിട്ട് കാണുന്ന കുറേ ക്യാരക്ടേഴ്സ് അവരുടെ ജീവിതത്തെ ഡിഫറെൻറ്റ് രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. അത് ടീച്ചേഴ്സ് ആയിക്കോട്ടെ, അവരുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, സിബ്ലിങ്സ് ആയിക്കോട്ടെ, അത് എല്ലാ കുട്ടികളിലും ഉള്ളൊരു കാര്യമാണ്. അതിലും ആൻമരിയുടെ ലൈഫിൽ മെയിൻലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് ക്യാരക്ടേഴ്സാണ് അച്ഛനും അമ്മയും. അച്ഛനമ്മയും അവരുടെ റിലേഷനാണ് എപ്പോഴും, അതാണ് കുട്ടികൾക്ക് എപ്പോഴും പകർന്ന് വരിക. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതേ ഉള്ളൂ. അല്ലാണ്ട് നത്തിങ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ്. ലൈക്ക് ഓൾ കിഡ്സ്, ആൻമരിയും ഒരു നോർമൽ കിഡ് തന്നെയാണ്. ബാക്കിയുള്ള കുട്ടികളെ പോലെ തന്നെയാണ് ആൻമരിയും. സാറ എല്ലാവരുടെ അടുത്തും ഭയങ്കര കമ്പനി അടിച്ച് നടക്കുന്ന ഒരു കുട്ടിയാണ്. അവൾ അത്യാവശ്യം നല്ല പ്രൊഫഷണലിസം ഉള്ളൊരു ആക്ടർ കൂടിയാണ് സാറ. ഇപ്പോൾ ഷോട്ടിന് മുമ്പാണെങ്കിൽ എല്ലാവരുടെ അടുത്തും കളിച്ച് ചിരിച്ച്, ചിലപ്പോൾ കാണാൻ ഡയറക്ടറിൻ്റെ മടിയിലിരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ എൻ്റെ മടിയിലിരിക്കുന്നുണ്ടാവും. എന്നിട്ട് എൻ്റെ കൂടെ ദീദി ലെറ്റ്സ് പ്ലേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവളുടെ അമ്മയുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെ എല്ലാവരുമായിട്ട് ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്യുന്ന ഒരു കുട്ടിയാണ് സാറ. അപ്പോൾ എൻ്റെ അടുത്തും ഇങ്ങനെ തന്നെയാണ്. ഫ്രീ ടൈം കിട്ടുമ്പോൾ ഓരോരുത്തരുടെ അടുത്ത് പോവും. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഷോട്ടില്ലാത്ത സമയത്ത് എൻ്റെ അടുത്ത് വരും, കളിക്കും, ചിരിക്കും, ഓരോ ആളുടെ ഐപാഡിലിരുന്ന് ഓരോ ഗെയിംസ് കാണിച്ചു തരും. അതൊക്കെ തന്നെ, അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. ജവാൻ ഓഫ് വെള്ളിമല എൻ്റെ ഫസ്റ്റ് ഒരു എൻട്രിയാണ് ഇൻ ടു ദ ഫിലിം വേൾഡ്. എനിക്ക് ജവാൻ ഓഫ് വെള്ളിമല ചെയ്യുന്ന സമയത്താണ് ഇതാണ് സിനിമ, ഇങ്ങനെയാണ് സിനിമ ലൊക്കേഷൻ, ഇത്ര അധികം ആളുകൾ ഉണ്ടാവും, ഇത്ര വലിയൊരു കൂട്ടായ്മയാണെന്നൊക്കെ എനിക്ക് ശരിക്കും മനസ്സിലാക്കി തന്നൊരു സിനിമ തന്നെയാണ് ജവാൻ ഓഫ് വെള്ളിമല. അതിൽ മെയിൻലി മമ്മൂക്ക, ശ്രീനി അങ്കിൾ, ആസിഫ്, എല്ലാവരും അത്യാവശ്യം സീനിയർ ആർട്ടിസ്റ്റുകളായിരുന്നു. അപ്പോൾ പിന്നെ മെഗാസ്റ്റാറിൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ ആ ഒരു മമ്മൂക്കനെ കാണാൻ തന്നെ എല്ലാവരും ഒരു ദിവസം അത്ര ഒരു 100-ൽ പരം ആൾക്കാർ മമ്മൂക്കനെ കാണാൻ മാത്രമായിട്ട് വരുമായിരുന്നു. അങ്ങനത്തെ ഒരു ലൊക്കേഷനായിരുന്നു ജവാൻ ഓഫ് വെള്ളിമല. നേരെ മറിച്ച് മിഥുൻ ചേട്ടൻ്റെ സെറ്റ് പറഞ്ഞാൽ എല്ലാവരും ഫ്രണ്ട്സിനെ പോലെ ആയിരുന്നു. മമ്മൂക്കയുടെ സെറ്റിൽ എല്ലാവർക്കും കുറച്ച് എന്താ പറയുക, മമ്മൂക്കനെ ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു, കുറച്ച് പേടി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒരു ഭയങ്കര ഗിവ് ആൻഡ് ടേക്ക്, ആ ഒരു റെസ്പെക്റ്റോടു കൂടിയായിരുന്നു മൊത്തം നടന്നിരുന്നത്. ഈ സെറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ദേഷ്യപ്പെടലോ, അങ്ങനെ ഒരു ചൂടാവലോ, ടെൻഷനോ, അങ്ങനത്തെ പരിപാടികളൊന്നും ഭയങ്കര കുറവായിരുന്നു. എല്ലാവരും ഭയങ്കര നന്നായിട്ട്, ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നില്ല. നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച്, കളിച്ച് ചിരിച്ച്, അങ്ങനെ ഭയങ്കര കൂളായിട്ട് പോയ ഒരു സെറ്റാണ്. ഇങ്ങനെ അഭിനയിച്ച് തീർന്ന് അങ്ങനെ അത്ര ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരുന്ന് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അങ്ങനെ എപ്പോഴും അങ്ങനെ ചിരിച്ച് സംസാരിക്കുന്നൊരു കൂട്ടത്തിലാണ്. അതിനിടയ്ക്ക് ഇപ്പോൾ ആദ്യം മിഥുൻ ചേട്ടൻ എന്നെ കണ്ടു കഴിഞ്ഞിട്ട് ഈ ക്യാരക്ടർ ചെയ്യാം എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് പറയുമായിരുന്നു, ഇനിയിപ്പോൾ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ നീ ഡോക്ടർ ട്രീസി ആവണം. അങ്ങനെ ഒരു നിർദ്ദേശം എനിക്ക് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നിട്ടുണ്ടായിരുന്നു.
അത് എത്രത്തോളം എനിക്ക് പറ്റിയിരുന്നു, ഷൂട്ടിന് മുമ്പ് എനിക്കതൊന്നും പറ്റിയിരുന്നില്ല. ഞാൻ ട്രൈ ചെയ്യുമെങ്കിലും അങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുക എന്ന് വെച്ചാൽ ഒരു ഡോക്ടറിൻ്റെ മാനറിസംസ് അതാണ് ആൾ ഉദ്ദേശിച്ചത് മെയിൻലി. ഒരു ഡോക്ടറാകുമ്പോൾ അങ്ങനെ അധികം കളിച്ചിരിച്ച് നടക്കില്ല, കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കും, ടു ദ പോയിന്റ് സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് അവരുടെ കാര്യം നോക്കി അങ്ങനെ മൂവ് ഓൺ ചെയ്യണ ഒരു ക്യാരക്ടറാണ് ട്രീസയുടെ. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെ കളിച്ചിരിച്ച് നടക്കണ ഒരു ഒരു നോർമൽ ഒരു കുട്ടി തന്നെയാണ്. ആൻ മരിയ കൽപ്പിലാണ് അങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്ത്, അതായത് ഒരു എന്താ പറയുക, ഒരു സസ്പെൻസ് ത്രില്ലറോ അങ്ങനെ ഭയങ്കര ട്വിസ്റ്റുകളോ ഭയങ്കര കോംപ്ലിക്കേഷനോ ഒന്നുമില്ലാത്തൊരു സിനിമയാണ്. അങ്ങനെ ഭയങ്കര സിമ്പിളായിട്ട് പറഞ്ഞു പോകാമെന്ന്. പക്ഷേ സിനിമ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഫീൽ ഗുഡ് മൂവി. നമുക്ക് ഐ എം ഷുവർ ആരും അങ്ങനെ ഇതെന്ത് പടാ, ഇതെന്ത് മോശമായിരുന്നു എന്നോ അങ്ങനെ ഒന്നും പറയേണ്ടി വരില്ല. ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു ചിരിയോടെ കൂടി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന, തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ആൻ മരിയ കലിപ്പിലാണ്. അച്ഛൻ തന്നെയാണ്. അച്ഛനായിരുന്നു എൻ്റെ മെയിൻ സപ്പോർട്ട്. അന്നും അതെ ഇന്നും അതെ. അച്ഛനങ്ങനെ അച്ഛനെ നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും എന്താണ് നിനക്ക് വേണ്ടത് അത് ചെയ്തോ എന്ന് പറയുന്ന ഒരാളാണ്. അതിപ്പോൾ ഏത് ഫീൽഡിലായാലും എന്ത് ജോലിയായാലും എനിക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം അച്ഛൻ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയിലേക്ക് വന്നത് ഞാൻ യാദൃശ്ചികമായിട്ടാണ്. അച്ഛൻ ത്രൂ തന്നെയാണ്. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നോ, സിനിമയിൽ വരുമെന്നോ. സിനിമയായിട്ട് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. ജസ്റ്റ് ബിക്കോസ് അച്ഛൻ ആക്ടറായിരുന്നു. പക്ഷെ ഞാൻ അച്ഛൻ്റെ കൂടെ സെറ്റിൽ പോകാറില്ല, സിനിമാക്കാരെ കാണാറില്ല. എനിക്ക് അങ്ങനെ ബന്ധം ഉണ്ടായിരുന്നില്ല സിനിമയായിട്ട്. അച്ഛൻ അഭിനയിച്ചു വരും എന്നല്ലാണ്ട് അധികം ബന്ധം സിനിമാക്കാരായിട്ടോ സിനിമ സെറ്റുകളായിട്ടോ ഒന്നും എനിക്കധികം പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അച്ഛൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഒരു സിനിമ എടുക്കുന്നുണ്ട് പറഞ്ഞു. അങ്ങനെ പോയി ഒന്ന് തല കാണിക്ക്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് നോക്കുക, എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ സംഭവം എന്ന്. അച്ഛനും അറിയില്ലായിരുന്നു എനിക്കിങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്നോ അല്ലെങ്കിൽ എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുമെന്നോ. അച്ഛനും അങ്ങനെ അറിയില്ലായിരുന്നു. അങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് വന്നു, അങ്ങനെ ചെയ്തു. പിന്നെ ഓക്കെ കുഴപ്പമില്ല തോന്നി, അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. അതൊക്കെ യാദൃശ്ചികമായിട്ട് വന്ന കാര്യങ്ങളാണ്. ഞാൻ സിനിമ താല്പര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ആക്ടിങ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഇനീഷ്യലി. ഇപ്പം ഞാൻ സിനിമയിൽ വരാണെങ്കിൽ തന്നെ ഞാൻ വല്ല ബിഹൈൻഡ് സ്ക്രീൻ വല്ല പരിപാടിയാണ് അച്ഛൻ്റെ അടുത്ത് ഞാൻ ആകെയുള്ളൊരാഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബിഹൈൻഡ് സ്ക്രീൻ എനിക്ക് വല്ലതും ട്രൈ ചെയ്താൽ കൊള്ളാമെന്ന്. അതിപ്പോൾ ഒന്നും അറിഞ്ഞിട്ടല്ല, എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ഡിറക്ഷൻ്റെ ഭാഗം. എനിക്ക് വരയ്ക്കാനൊക്കെ അത്യാവശ്യം ഇഷ്ടമാണ്. അപ്പോൾ ആർട്ട് ഡിറക്ഷൻ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. എനിക്കറിയില്ല നമ്മുടെ നാട്ടിലത്തെ ആർട്ട് ഡിറക്ഷൻ എങ്ങനെയാണ് സംഭവം എന്നും കൂടി എനിക്കറിയില്ല. പക്ഷെ അന്ന് വെറുതെ അങ്ങനെ പറയുമായിരുന്നു, എനിക്ക് ഇഷ്ടമാണ് ഈ സംഭവം, ഐ വോണ്ട് ടു ട്രൈ എന്നുള്ള രീതിക്ക് അന്ന് അച്ഛൻ്റെ അടുത്ത് പറയുമായിരുന്നു. അത് മാത്രമേ സിനിമ ഫീൽഡായിട്ട് എനിക്ക് ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉണ്ടായിരുന്നത് ഇൻറ്റീരിയർ ഡിസൈനിങ്, അങ്ങനത്തെ ഒരു ഭാഗമായിരുന്നു. ഫാഷൻ ഡിസൈനിങ്, ഇൻറ്റീരിയർ ഡിസൈനിങ്. അന്നും ഞാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ത് ചെയ്യണം, വാട്ട് നെക്സ്റ്റ് എന്നുള്ളത് തീരുമാനിക്കുന്നതിന് മുമ്പ് ഞാൻ സിനിമയിൽ കയറി. അപ്പോൾ പിന്നെ ഞാൻ തീരുമാനിക്കേണ്ടി വന്നില്ല. അച്ഛൻ കഥ കേൾക്കൽ വളരെ കുറവാണ്. ഞാൻ തന്നെയാണ് കഥ കേൾക്കൽ. അച്ഛൻ്റെ അടുത്ത് പറയും. അച്ഛൻ്റെ അടുത്ത് കഥ പറഞ്ഞു കഴിഞ്ഞാലും അച്ഛൻ ഇങ്ങനെ നീ ഡിസൈഡ് ചെയ്തോ, നിനക്കെന്താ തോന്നണേ, ഫൈനൽ ഒപ്പീനിയൻ ഞാൻ ചോദിക്കും. എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് ചോദിക്കും, അച്ഛൻ എന്താ വാട്ട് യു തിങ്ക് എന്നുള്ളത് ചോദിക്കും. അത്രേ ഉള്ളൂ. പക്ഷേ ഡിസിഷൻ എൻ്റെ അടുത്ത് തന്നെ ആ ഒരു ഫ്രീഡം തന്നിട്ടുണ്ട് എനിക്ക് ഡിസിഷൻ എടുക്കാനുള്ളത്. അച്ഛൻ അത്യാവശ്യം പോസിറ്റീവായിട്ട് എപ്പോഴും പറയാറുള്ളൂ. അതായത് ഏത് അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അച്ഛന്മാർക്കും മക്കളെന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കുമല്ലോ. അപ്പം അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഭംഗിയുള്ള ആക്ട്രസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ എൻ്റെ പേരേ പറയൂ. അതല്ല അച്ഛന്മാരെ പോലെ തന്നെ അച്ഛൻ അങ്ങനെ പറയുള്ളൂ. പക്ഷെ അമ്മയാണ് കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുക. ഇങ്ങനെ ചെയ്തത് ശരിയായില്ല, ഇന്ന് ശരിയായില്ല, നോട്ടം ശരിയായില്ല. അമ്മയാണ് ഫുൾ ഹെഡ് ടു ടോ അമ്മ അങ്ങനെ ഫുള്ളായിട്ട് പറഞ്ഞുതരും. ഒന്നും ശരിയായിട്ടില്ല എന്ന് ചിലപ്പോൾ പറയൂ. മുഖത്തടിച്ച മാതിരി അമ്മയാണ് പറയുക. പക്ഷെ അച്ഛൻ ഭയങ്കര പോസിറ്റീവായിട്ട് എപ്പോഴും പറയുള്ളൂ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നീ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ആദ്യം ചെയ്തമാതിരി അല്ലേ ഇപ്പം നന്നായിട്ടുണ്ട്. അങ്ങനെ അച്ഛൻ എപ്പോഴും അങ്ങനെ ഒരു മോട്ടിവേഷണൽ ഇതിൽ അച്ഛൻ പറയാറുള്ളൂ. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് സ്കൂൾ തൊട്ടേ ഉള്ള ഫ്രണ്ട്സാണ് ഇപ്പോഴും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ്. ഉള്ളതുകൊണ്ടാണെന്ന് തോന്നിയിട്ട് ഞാൻ അധികം അങ്ങനെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാത്തത്. ഇപ്പോഴും അവരുണ്ട്, അന്നും അവരുണ്ടായിരുന്നു. ചെറുപ്പം തൊട്ടിട്ട് എനിക്ക് തോന്നുന്നു 6th സ്റ്റാൻഡേർഡ് തൊട്ടുള്ള ഫ്രണ്ട്സ് തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളത്. അവരാണ്
അവരെയാണ് ഞാനെപ്പോഴും ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഫസ്റ്റ് വിളിക്കുക അവരെയായിരിക്കും. സന്തോഷമായിക്കോട്ടെ, വിഷമമായിക്കോട്ടെ, ദേഷ്യം വന്നാലും എന്തുണ്ടെങ്കിലും ഫസ്റ്റ് അവരെ അറിയിക്കും. അതൊരു ശീലമായി പോയി. പിന്നെ പുതിയ ഫ്രണ്ട്സ് ഉണ്ട്, ഇടയ്ക്ക് ഫ്രണ്ട്സ്. ഇപ്പോൾ ഞാൻ തൃശ്ശൂരാണ് താമസിക്കുന്നത്. അപ്പോൾ ജിമ്മിൽ പോകുമ്പോൾ ഉള്ള ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ പുറത്ത് മീറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ട്, സിനിമയിൽ അഭിനയിക്കുമ്പോൾ കിട്ടുന്ന ഓരോ സെറ്റുകളിൽ പോകുമ്പോൾ കിട്ടുന്ന ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ മെയിൻലി ഒരു 2 പേരുണ്ട് എൻ്റെ സ്കൂളിൽ നിന്നുള്ള ഫ്രണ്ട്സ്. എല്ലാവരും നല്ല അഭിപ്രായം തന്നെ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. മോശം പറയണേ മെയിൻലി എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ 2 ഫ്രണ്ട്സ്, ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, അവർ നാട്ടിലല്ല. ഒരാൾ ബോംബെ, ഒരാൾ ബാംഗ്ലൂരാണ്. അപ്പോൾ അവരെൻ്റെ സിനിമകൾ കാണൽ വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു ജവാൻ ഓഫ് വെള്ളിമല വരെ അവർ കണ്ടത് TV-യിൽ വന്നപ്പോഴാണ് അവർ കണ്ടത്. അപ്പോൾ ഇങ്ങനെ പറയായിരുന്നു, അവർക്ക് ഭയങ്കര ഇതായിരിക്കുമല്ലോ, എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾ സിനിമയിൽ വരും എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. മോർ ദാൻ അവർക്ക് ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് കൂടുതൽ അവർക്ക് ആ എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും എൻ്റെ അടുത്ത് പറയാനല്ലേ, നിന്നെ കണ്ടു, നിന്നെ TV-യിൽ കണ്ടു എന്നുള്ള ഒരു ആ എക്സൈറ്റ്മെൻറ്റ്. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഇതുവരെ. അല്ലാത്ത ഫ്രണ്ട്സ് പറയലുണ്ട്, ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നല്ല രീതിക്ക് പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ഹെയർ സ്റ്റൈൽ മോശമായിരുന്നു, അല്ലെങ്കിൽ മേക്കപ്പിൻ്റെ കാര്യങ്ങൾ, ഡ്രസ്സിങ്, അത് ഓൾ ഓവർ ലുക്ക്, മെയിൻലി ലുക്കിൻ്റെ കാര്യങ്ങൾ പറയണ കുറേ പേരുണ്ട്. സെറ്റിൽ ഷൂട്ടിൻ്റെ സമയത്ത് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർ എൻ്റെ അടുത്ത് ഡയലോഗ്സ് പറഞ്ഞു തരാൻ വേണ്ടി വരും. വിദ്യ എന്ന് പറഞ്ഞൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഉണ്ട്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ഡയലോഗ്സ് പറഞ്ഞു തരാൻ വരുമ്പോൾ കലിപ്പ് സീനിലുള്ള ഡയലോഗ് ഉണ്ടാവും, അതായത് കുട്ടീനെ ചീത്ത പറയുന്നതോ അങ്ങനത്തെ ഡയലോഗ്സ് വരുമ്പോൾ എൻ്റെ ഇത് പക്കയാ, ഇത് ലിയോൺ എന്തായാലും പറയുന്ന ഉറപ്പാണ്. ആ ഒരു കോൺഫിഡൻസ് അവരെന്നെ ഫസ്റ്റ് തന്നെ വരുമ്പോൾ പറയും. എന്ന് വെച്ചാൽ അത് മാത്രം ഞാൻ തെറ്റിക്കാണ്ട് കറക്റ്റായിട്ട് പറയും. ബാക്കി വരുമ്പോൾ ഇമോഷണൽ ഡയലോഗ്സ് അതൊക്കെ വരുമ്പോൾ എനിക്ക് ഫുൾ ഇടയ്ക്ക് കൺഫ്യൂഷൻ ആവും, ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. അത് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതാണ് കുറച്ച് കോൺഫിഡൻസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു കലിപ്പ് എനിക്ക് പറ്റണ സംഭവമാണ്. അങ്ങനെ ഞാനിങ്ങനെ പറയാം, ഞാൻ ആലോചിച്ചിട്ടില്ല അതിനെക്കുറിച്ച്. എനിക്ക് എന്നെ തന്നെ ഇഷ്ടപ്പെട്ട കാര്യം, ഞാൻ ഫാമിലിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും. മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ കുറച്ചധികം ഐ വോണ്ട് മൈ ഫാമിലി ഫസ്റ്റ്. ആ ഒരു ഇതുണ്ട്. ഞാൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും ദേഷ്യം വന്നു കഴിഞ്ഞാൽ. അത് മാറ്റാൻ കുറേ ശ്രമിക്കുന്നു, പക്ഷെ മാറിയിട്ടില്ല ഇതുവരെ. അങ്ങനെയൊന്നും ദേഷ്യം വരില്ല, പക്ഷേ ദേഷ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ അറിയില്ല. എല്ലാവരും ഭയങ്കര കമ്പനിയായിരുന്നു. അതായത് ഞാൻ അങ്ങനെ ഒരാളുടെ അടുത്ത് ഇടിച്ചു കയറി സംസാരിച്ച് ഹെഡ് ചെയ്തിട്ട് ആദ്യമേ പോയി സംസാരിക്കുന്ന ആളല്ല. അപ്പോൾ ഏത് സെറ്റിൽ പോയാലും ഫസ്റ്റ് എനിക്കൊരു ഇമ്പ്രഷൻ വരും എനിക്ക് ഭയങ്കര ജാടയാന്നുള്ളത്. പിന്നെ സംസാരിച്ച് സെറ്റ് പാക്കപ്പ് ആവുന്ന സമയമാകുമ്പോഴായിരിക്കും എല്ലാവരുമായിട്ട് കമ്പനിയാവും. മിക്ക സെറ്റിലും അങ്ങനെയാണ് സംഭവിക്കാറ്. പക്ഷേ ഈ സെറ്റിൽ പറഞ്ഞാൽ ആദ്യത്തെ ദിവസം ഞാൻ പോയപ്പോൾ തന്നെ എല്ലാവരും വന്ന് ഇങ്ങോട്ട് പരിചയപ്പെടുക. എല്ലാവരും ആരും അങ്ങനെ നമ്മൾ പോയി പരിചയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോഴേക്കും എല്ലാവരും വന്നു, പരിചയപ്പെട്ടു. എല്ലാവരും ആ ഒരു കംഫർട്ടബിൾ ആക്കാന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് നന്നായി ചെയ്തിരുന്നു ഇനീഷ്യലി തന്നെ, ഫസ്റ്റ് ഡേ തന്നെ. അപ്പോൾ അത് കാരണം ഒരു പേടിയോ ഒരു ടെൻഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരുമായിട്ട് ഭയങ്കര കംഫർട്ടബിളായിട്ട് അങ്ങനെ പോയി. അപ്പോൾ എല്ലാവരുമായിട്ട് കമ്പനിയാണ്. ഞാൻ ദുൽഖറിനെ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. ദുൽഖറിൻ്റെ വാപ്പച്ചിയുടെ കൂടെ മാത്രമേ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷെ ഞാൻ ചെറിയൊരു ദുൽഖർ ഫാനും കൂടിയാണ്. അപ്പോൾ അത് കാരണം എനിക്ക് കുറച്ച് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ദുൽഖറിനെ കാണണം, ദുൽഖറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കണം. ആസ് ഒരു നോർമൽ ഒരു ഫാൻ ഇതായിരുന്നു, അല്ലാണ്ട് ഒരു സ്റ്റാറോ ഒരു ആക്ടറോ ആയിട്ടല്ല. പക്ഷെ ദുൽഖറിൻ്റെ ഒരു ഫാനായിട്ടായിരുന്നു ഞാൻ അവിടെ ദുൽഖറിനെ കാണാൻ പോയത് തന്നെ. ഇപ്പോൾ എല്ലാ സിനിമകളും തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ ഓഡിയൻസിന് ഭയങ്കര ഒരു കൺസേൺ ആണ്, എങ്ങനെയിരിക്കും ആ സിനിമ, ഭയങ്കര ന്യൂജൻ ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര ആങ്ഷ്യസ് ആണ് ആൾക്കാർ. ഇങ്ങനെ ഹൗ വിൽ ഇറ്റ് ബി, അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് പറ്റണമാണോ, ഫാമിലി ആയിട്ട് പോകാൻ പറ്റും, മക്കളായിട്ട് പോകാൻ പറ്റും, അങ്ങനെയൊക്കെ ഭയങ്കര ആങ്ഷ്യസ് ഉള്ളൊരു ഇപ്പോൾ കറൻ്റ്ലി അതാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ആങ്സൈറ്റിയും ആവശ്യമില്ല. ഒരു കണ്ണും അടച്ച് വിശ്വസിച്ച് ഫാമിലിയായിട്ട് കൂട്ടുകാരായിട്ട് എല്ലാവരുമായിട്ട് പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഫീൽ ഗുഡ് മൂവീസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പറ്റുന്നതാണ്. ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു നല്ല മൂവി തന്നെയായിരിക്കും ആൻ മരിയ കലിപ്പിലാണ്. പേരിൽ മാത്രമേ കലിപ്പുള്ളൂ, നല്ലൊരു സിനിമയാണ്.